വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PC. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PC-യിലേക്ക് സ്വാഗതം. ഇതൊരു റിമൈൻഡർ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. റബ്ബർ ബോർഡിൽ ഫീൽഡ് ഓഫീസർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പൊ അതറിയിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാവരും അത് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ഇനി അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയാ റിമൈൻഡർ നിങ്ങളൊന്നുകൂടെ അറിയിക്കുകയാണ്. അപ്പം ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരെ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും, അതായത് വേക്കൻസി 40 വേക്കൻസീസ് ഉണ്ട്. കേരളത്തിലും എക്സാം സെന്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കേരളം കോട്ടയാണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രവും കോട്ടയവും തൃശ്ശൂരും കണ്ണൂരും ഒക്കെ എന്തുണ്ട്, അതിന്റെ എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇതിന് ഫീ ഇല്ല. അതായത് ഫീ ഉണ്ട്, മീൻസ് മെൻസിനൊക്കെ ഫീ ഉണ്ട്, മറ്റു ജനറൽ കാറ്റഗറിക്കൊക്കെ ഫീ ഉണ്ട്. ബട്ട് എന്താ പറയാ, അതായത് വുമൺ കാൻഡിഡേറ്റ്സ് ആൻഡ് ബിലോങ് ടു SC/ST കാസ്റ്റ് ആർ അക്സെപ്റ്റഡ് ഫോർ ഫീ പേയ്മെന്റ്. അതായത് പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ SC/STക്കും കേട്ടോ, പെൺകുട്ടികൾക്കും ഫീസ് ഇല്ല. ഓക്കെ, ലേഡീസിന് പെൺകുട്ടികൾക്ക് ഫീസ് ഇല്ല. പ്ലസ് SC/ST കുട്ടികൾക്ക്, SC/ST മെയിൽ ഓർ ഫീമെയിൽ, SC/STക്ക് മെയിൽ ഓർ ഫീമെയിലിനും ജനറൽ കാറ്റഗറിയില് ഫീമെയിൽസിനും എന്തില്ല, ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്കൊക്കെ 1000 രൂപയാണ് ഇതിന്റെ ഫീ എന്ന് പറയുന്നത്. 1000 rupees ആണ് ഇതിന്റെ ഫീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇന്ന് മാർച്ച് 10. ഓക്കെ, മാർച്ച് 10-ാം തീയതി രാത്രി 11:59 വരെയാണ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്തതിന് ജസ്റ്റ് പെട്ടെന്ന് കാര്യങ്ങളൊന്ന് ഓടിച്ച് പറഞ്ഞു തരാം. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഓടിച്ചു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള അഡ്രസ്സ്, അതിന്റെ സൈറ്റ് അഡ്രസ്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ആവുന്നതാണ്. ഓക്കെ, അപ്ലൈ ആ അഡ്രസ്സ് കയറുമ്പോൾ ഇങ്ങനൊരു പേജ് ആയിരിക്കും കിട്ടുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് അടുത്ത നെക്സ്റ്റ് ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. ആ പേജിൽ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക് സെലക്ഷൻ ഫോർ ദ പോസ്റ്റിംഗ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഫീൽഡ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് വരും, അതിനിടെ ഇത് പഴയൊരു പോസ്റ്റിന്റെയാണ്, ഡേറ്റും കാര്യങ്ങളെല്ലാം കാണും. എന്നിട്ട് അവിടെ നിങ്ങളെ എന്ത് ചെയ്യുക, ഓക്കെ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക, മീൻസ് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് അടുത്തൊരു പേജിലേക്ക് വരും. ആ പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് അത്യാവശ്യമുള്ള രേഖകളെല്ലാം കൊടുത്തിട്ട് നമ്മളിപ്പോൾ RRB ഒക്കെ ചെയ്ത പോലെ ഓക്കെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. BSc അഗ്രികൾച്ചറും MSc ബോട്ടണിക്കാർക്കുമാണ്. ഓക്കെ, MSc ബോട്ടണിക്കാർക്കുമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പേഴ്സണൽ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് വരും. അതെല്ലാം കൊടുക്കുക. നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും സെക്സും ഇതെല്ലാം, ഇമെയിൽ ID ഇതെല്ലാം കൊടുക്കുക. ഇതെല്ലാം കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തു, ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെല്ലാം കൊടുത്തതിന് ശേഷം, മൊബൈൽ നമ്പർ എല്ലാം കൊടുത്തതിന് ശേഷം, എല്ലാം കൺഫേമിന് ശേഷം നിങ്ങൾക്കൊരു യൂസർ നെയിം പാസ്വേഡ് കിട്ടും. ഓക്കെ, ഇതിനൊക്കെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ ഉണ്ടാക്കണം. പാസ്വേഡ് ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം, അപ്പം ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ക്യാപ്ച കോഡൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യും, ഇതിലേക്ക് രജിസ്റ്റർ ആവും. റബ്ബർ ബോർഡിലേക്ക് രജിസ്റ്റർ ആയതിനു ശേഷം ഒന്നും കൂടി തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡും കൊടുത്ത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. ബാക്കി ഒരു 4-5 സ്റ്റെപ്സ് ഉണ്ട്. നമ്മളിങ്ങനെ അതായത് മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതിലേക്ക് പോവുക. ഹോമിൽ കയറിയിട്ട് മൈ ആപ്ലിക്കേഷനിൽ പോവുക. മൈ ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും അവിടെ കാണിക്കും. മൈ ആപ്ലിക്കേഷനിലേക്ക് പോയതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ വരും ഈ ഒരു കാര്യം. ഇവിടെ യങ് പ്രൊഫഷണലിന് വരും, ഫീൽഡ് ഓഫീസർ എന്ന് പറഞ്ഞു വരും, എത്ര പോസ്റ്റ് എന്ന് പറഞ്ഞു വരും, സ്റ്റാറ്റസ് ആക്റ്റീവ് ആണോ, വ്യൂ അപ്ലൈ എന്ന് പറഞ്ഞ് നോക്കുക. അപ്ലൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണാം ഇത്രയും കാര്യങ്ങൾ, അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യണം.
ID പ്രൂഫ് കൊടുക്കണം, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ കൊടുക്കണം, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അപ്ലോഡ് ചെയ്യണം, അക്കാഡമിക് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം, സർട്ടിഫിക്കറ്റ്, അവസാന ലാസ്റ്റ് സബ്മിഷൻസ്. ഓക്കെ, അപ്പം പേഴ്സണൽ ഡീറ്റെയിൽസ്, ID പ്രൂഫ്, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ഫോട്ടോ, സിഗ്നേച്ചർ, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അക്കാഡമിക് ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പം അതിൽ പറയേണ്ടത്, അടിസ്ഥാനമായിട്ട് പറയേണ്ടത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ID പ്രൂഫ് കേട്ടോ, നിങ്ങളുടെ ID പ്രൂഫ് അപ്ലോഡ് ചെയ്യണം. ID പ്രൂഫ് അപ്ലോഡ് ചെയ്യണം. ആ ID പ്രൂഫ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ സൈസ്, ഏത് ID ആണോ നിങ്ങൾ കൊടുക്കുന്നത് അതിന്റെ സൈസും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 15 KB മുതൽ 60 KB വരെയാണ് മിനിമം. അതിന്റെ സൈസ്, ലെങ്തും ഹൈറ്റും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 300x200, 200x300. ഓക്കെ, അതിന്റെ പിക്സൽ, JPEG, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ID പ്രൂഫ് അവിടെ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് അപേക്ഷയിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഉണ്ടായിക്കൊണ്ട് പോകാൻ പറ്റുന്നവർ ഈ ഒരു സൈസ് സെലക്ട് ചെയ്തിട്ട് അത് ഉണ്ടായിക്കൊണ്ട് പോവുക. അതുപോലെ നിങ്ങളെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പിക്ചറുള്ള ഫോട്ടോഗ്രാഫ്. അതിന്റെ സൈസ് ഉണ്ട് 4.5 cm × 3.5. JPEG ആണ്. 500 KB കൂടാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, സിഗ്നേച്ചറിന്റെ സൈസ് എന്ന് പറയുന്നത് 2.5 cm × 3.5 ആണ്. ഓക്കെ, JPG 50 KB കൂടാനും പാടില്ല. അതാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഫോട്ടോ സിഗ്നേച്ചർ ഒക്കെ ഓൺലൈൻ വഴി റീസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, IM റീസൈസർ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് റീസൈസ് ചെയ്ത് കിട്ടും. ഫോട്ടോ സിഗ്നേച്ചർ ഒക്കെ ഇവിടെ അതിന്റെ സൈസും ലെങ്തും വിഡ്ത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ പറഞ്ഞിരിക്കുന്നതിനെ മാറ്റി സിമ്പിൾ ആയിട്ട് കൊടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ നിന്ന് കാര്യങ്ങൾ ഒന്ന് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫാണ്. ഓക്കെ, അതും അപ്ലോഡ് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അവിടെ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ അപ്പൊ അതും സ്കാൻ ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് SSLC സർട്ടിഫിക്കറ്റും സ്കാൻ ചെയ്യണമല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, 500 KB ഫയൽ സൈസ്, മാക്സിമം 500 KB ആണ്. അത് എന്ത് ചെയ്യാനുള്ളത്, അപ്ലോഡ് ചെയ്യാനുള്ളത് PDF ഫോർമാറ്റ് ആയിരിക്കും. ഓക്കെ, അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പം അതിനുശേഷം ബാക്കി ഈ അക്കാഡമിക് ഡീറ്റെയിൽസ്, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ സൈസും കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്, സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇനി ഈ എന്താ പറയുക, ഈ സർട്ടിഫിക്കറ്റിന്റെ അപ്ലോഡിംഗിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി സെൻട്രൽ ഗവൺമെന്റിൽ റബ്ബർ ബോർഡിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, സെൻട്രൽ ഗവൺമെന്റ് ഇതിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ന്യൂ ആയിട്ട് ഒരു ആപ്ലിക്കന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പം അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ എന്താ പറയുക, ഇതിന്റെ ആപ്ലിക്കേഷൻ അയക്കുക എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, അതായത് പ്രധാനമായിട്ടുള്ള SSLC എന്തായാലും 2 സ്ഥലത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരുമല്ലോ. SSLC നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കാൻ അപ്ലോഡ് ചെയ്യണം, അല്ലാതെ സർട്ടിഫിക്കറ്റിന്റെ കുളത്തിൽ അപ്ലോഡ് ചെയ്യണം. അപ്പൊ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്യണം, ഫോട്ടോ, സിഗ്നേച്ചർ, പിന്നെ നിങ്ങളുടെ ID പ്രൂഫ്, ഇതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടത്. അപ്പൊ എത്രയും പെട്ടെന്ന് പോയിട്ട് അപ്ലൈ ചെയ്യുക. നല്ല പോസ്റ്റാണ്, 40ഓളം പോസ്റ്റ് ഉണ്ട്, നല്ല സാലറി ആണ്. ഓക്കെ, അപ്പൊ MSc ബോട്ടണി, BSc അഗ്രികൾച്ചറുകാർക്ക് പെട്ടെന്ന് പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഓക്കെ, അപ്പൊ ഇത്രയും ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയട്ടെ. തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ ഇതെന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ RRB ടീച്ചർ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ളവരും നമ്മുടെ അഡ്മിഷൻ ഇത് നാളെയും കൂടെ അഡ്മിഷൻ ഉള്ളു. അപ്പൊ തീർച്ചയായിട്ടും അവർക്കും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്ക് RRB ടീച്ചർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഫീസ് 599 ആണ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ കോഴ്സിന്റെ മറ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ജയ് ഹിന്ദ്.